ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ഈ രാത്രിയാമത്തിൽ ഞാൻ അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ വീഡിയോയിൽ നാം ചിന്തിപ്പാനിടയായി തീർന്നത് ആരാധനയെക്കുറിച്ചാണ്. ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യതയെക്കുറിച്ചാണ് പറയുവാനിടയായി. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് 34-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കും. അതിനെ ആസ്പദമാക്കിയാണ് നാം സംസാരിപ്പാൻ ഇടയായി തീർന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ളതുപോലെയുള്ള പ്രാധാന്യം ദൈവിക ആരാധനയ്ക്കും ഉണ്ട്. രണ്ടും ഒരേപോലെയാണ്. ദൈവിക ആരാധനയും പ്രാർത്ഥനയും. ദൈവിക ആരാധനയുടെ നടുവിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും ദൈവത്തെ ആരാധിച്ചപ്പോൾ അത്ഭുതം നടന്നതായി നാം കേൾക്കുവാനിടയായി. അത് അതേപോലെ ഈ നാളുകളിൽ നാം ഒരുക്കമുള്ളവരായി ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ആരാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലും സ്വർഗത്തിലെ ദൈവം അതിശയങ്ങൾ ചെയ്യുവാനിടയായി തീരും. ചിലർ പറയുന്നത് അത്ഭുതങ്ങൾ നിന്നുപോയത്. അവർക്ക് നിന്നുപോയത് സത്യമാണ്. കാരണം ദൈവത്തെ അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ നടന്ന അത്ഭുതങ്ങള്, അപ്പോസ്തലന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങള് ഇന്നും നടക്കും. ദൈവദാസന്മാരിലൂടെ, ഒരുക്കമുള്ളവരിലൂടെ, വിശ്വസിക്കുന്നവരിലൂടെ, പ്രാർത്ഥനാ ജീവിതമുള്ളവരിലൂടെ, ആരാധന ഉള്ളവരിലൂടെ, ദൈവകൃപയുള്ളവരിലൂടെ അത്ഭുതങ്ങൾ ഇന്നും നടക്കുവാനിടയായിത്തീരും. എഫേസ്യ ലേഖനത്തില് അതിന്റെ 5-ാം അധ്യായം 18-ാം വാക്യത്തില് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്ന, ആത്മാവ് നിറഞ്ഞവരായി. അങ്ങനെ ആത്മാവ് നിറഞ്ഞവരായി, അങ്ങനെ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മിക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും ഹൃദയത്തിൽ ദൈവത്തിന് പാടിയും കീർത്തനം ചെയ്തു. അപ്പൊ ആദ്യം എന്ത് വേണം? ആദ്യം ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറഞ്ഞിട്ട് സങ്കീർത്തനവും സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആലപിക്കേണ്ടത്. ആത്മാവ് നിറഞ്ഞവര്. ഈ ആത്മാവിൽ എങ്ങനെയാ നിറയുന്നത്? ആത്മാവ് എങ്ങനെയാ നിറയുന്നത്? അരികാലത്ത് എണീറ്റ് ഒരു 4 മണി സമയത്ത് ഒരു 3-4 പാട്ടൊക്കെ പാടി ദൈവത്തിന്റെ വചനം വായിച്ച് ദൈവസനിൽ പ്രാർത്ഥിച്ച് 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ദൈവസനിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവാലയത്തിലേക്ക് കടന്നുപോയി പാടി ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ, ആരാധന അർപ്പിക്കുന്നുവെങ്കിൽ, ആ ആരാധനയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിപ്പാനിടയാണ്. ദൈവസഭയിൽ നാം പ്രാർത്ഥിച്ച് ആ പാട്ടുപാടി ആരാധിച്ച് ദൈവത്തിന്റെ വചനം വായിച്ച് നാം ഒരുക്കമുള്ളവരായി അങ്ങനെ ആത്മാവ് നിറയുന്നത്. ആത്മാവിൽ നിറഞ്ഞവരായി ആലയത്തിലേക്ക് ചെന്നിട്ട് ദൈവത്തെ ആരാധിക്കണം. അപ്പോഴാ അത്ഭുതം നടക്കുന്നു. ചിലര് ഉണ്ട് ആ ദൈവാലയത്തിൽ ചെന്നിട്ട് ഒരു പാട്ടില് 5 കണ്ണിക ഉണ്ടെങ്കിൽ 5 കണ്ണിക താഴോട്ട് പാടി അതിന് 5 കണ്ണിക മുകളിലോട്ടും പാടും. എന്തിനാ? ആത്മാവ് നിറയെ. അങ്ങനെയൊന്നും ആത്മാവ് നിറയത്തൊന്നുമില്ല. അല്പമൊന്നും നടക്കത്തുമില്ല. ചടങ്ങാരാധന, ചടങ്ങ് പോലെ. എന്തിനാ? ആ പള്ളിയിൽ പോകുന്നു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പാടുന്നു, ആ ചടങ്ങ് പോലെ ആരാധിക്കുന്നു,
ദൈവത്തിന്റെ വചനം കേൾക്കുന്നു, കേട്ടത് ഇവിടെ കൂടെ കേട്ട് അപ്പുറത്ത് കൂടെ കളഞ്ഞ് ഒരു ചടങ്ങ് പോലെ കടന്നു വരുന്നു. അങ്ങനെയുള്ളവർക്കൊന്നും ദൈവസനിൽ നിന്നൊന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പണമുള്ള, ദൈവസനിൽ പ്രാർത്ഥിപ്പാൻ മനസ്സുള്ള, ആരാധിപ്പാൻ താല്പര്യമുള്ള, ഉപവസിപ്പാൻ താല്പര്യമുള്ള, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് സ്വർഗത്തിലെ ദൈവം ഇന്നും അത്ഭുതവാനായ ദൈവമാണ്. അവർക്ക് ആ സ്വർഗത്തിലെ ദൈവം അത്ഭുതവാനായിരിക്കുന്നത്. എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ആരാധനയുടെ നടുവിൽ നടന്ന ഒരു അത്ഭുതം ഞാൻ പറയും. ഞാൻ അന്ന് വിശ്വാസിയാണ്. ആലയത്തിലേക്ക് പോയി. ഒരു ഞായറാഴ്ച ആലയത്തിൽ പോയിട്ട് ഭവനത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് അതികഠിനമായ പല്ലുവേദനയുണ്ട്. കേൾക്കുമ്പോൾ ചിലർക്ക് നിസ്സാരമെന്ന് തോന്നുന്നു. നിസ്സാര കാര്യങ്ങളല്ല, അതികഠിനമായ പല്ലുവേദന. എൻ്റെ ആലയത്തിലെ ദൈവദാസൻ രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന അദ്ദേഹം രോഗശാന്തി വരമുള്ളയാണ്. ഞായറാഴ്ച അദ്ദേഹം ചിലപ്പോഴൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഏത് രോഗവും യേശു സൗഖ്യമാക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ ഉള്ളില് അതിയായ വിശ്വാസം വന്നു. അപ്പൊ പല്ലുവേദന വന്നപ്പോൾ ഞാൻ വിചാരിച്ച്, എൻ്റെ ഈ പല്ലുവേദനയ്ക്ക് യേശു സൗഖ്യം തരും. യേശുവിനോട് പ്രാർത്ഥിച്ചാൽ സൗഖ്യം തരുമെന്ന് ദൈവത്തിന്റെ ദാസൻ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് യേശു എന്നെ സൗഖ്യമാക്കും. ഞാൻ ഈ വിഷയത്തിന്, ഈ പല്ലുവേദനയ്ക്ക് യാതൊരു ഗുളികയോ മരുന്നോ കഴിക്കത്തില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഇതിനൊരു മറുപടി പ്രാപിക്കുമെന്ന് തീരുമാനിച്ചു. ഞായറാഴ്ച പല്ലുവേദന ഉണ്ടായി ആലയത്തിൽ പോയിട്ട് വന്നതിന് ശേഷം ഞായറാഴ്ച പ്രാർത്ഥിച്ചു, പല്ലുവേദന സൗഖ്യമാകും. ഉള്ളത്തില് ഏത് നേരവും പ്രാർത്ഥിച്ചു. ഞായറാഴ്ച പ്രാർത്ഥിച്ചു, തിങ്കളാഴ്ച പ്രാർത്ഥിച്ചു, ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചു, ബുധനാഴ്ച പ്രാർത്ഥിച്ചു, വ്യാഴാഴ്ച പ്രാർത്ഥിച്ചു, വെള്ളിയാഴ്ചയും പ്രാർത്ഥിച്ചു. പല്ലുവേദന കൂടിയതല്ലാതെ അല്പം പോലും കുറവ് കിട്ടില്ല. ഒരു ദിവസം എൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാക്യം കടന്നു, യോബിന്റെ പുസ്തകത്തിലുള്ളത്. അവൻ എന്നെ കൊന്നാലും അവനായി തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന വചനം എൻ്റെ ഉള്ളിൽ കൂടിപ്പോയി. അപ്പൊ എനിക്ക് തോന്നിയത്, ദൈവം സൗഖ്യം തരുന്നത് വരെ പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് അതുവരെ ഞാൻ പ്രാർത്ഥിക്കും, വിഷയത്തിന്റെ മേൽ മരുന്ന് കഴിക്കത്തേയില്ല എന്ന് ഉറച്ച് ഞാൻ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അപ്പൊ ശനിയാഴ്ച വൈകുന്നേരത്ത് കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗം എന്നാൽ അന്ന് ആ ആഴ്ചയിൽ കാത്തിരിപ്പ് യോഗം ദേവാലയത്തിൽ ഉണ്ടായില്ല. ഒരു ഭവനത്തിൽ അതിന് പകരം ആരാധന ക്രമീകരിക്കപ്പെട്ടു. ഞാൻ ശനിയാഴ്ച ആ ഭവനാരാധനയ്ക്ക് കടന്നു. അപ്പൊ ദേവദാസൻ അവിടെ വന്നിട്ടുണ്ട്. ദേവദാസൻ ഈ 6 ദിവസവും പ്രാർത്ഥിച്ചിട്ട് ഒട്ടും സൗഖ്യം വരാത്തത് കൊണ്ട് പല്ലുവേദന മാറിയിട്ടുമില്ല, കഠിനമായ പല്ലുവേദനയുണ്ട്. മാറാത്തത് കൊണ്ട് ദൈവദാസൻ രോഗശാന്തി വരപ്രാപ്തനല്ലേ, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിച്ചു സൗഖ്യം പ്രാപിക്കാമെന്ന് കരുതി അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അവിടെ വെറുതെ ഇരിക്കുക, നിങ്ങൾക്ക് പല്ലുവേദനയൊന്നുമില്ല, മിണ്ടാതിരിക്കെന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വാക്ക് പോലും എൻ്റെ രോഗ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അപ്പൊ ശനിയാഴ്ചയും പല്ലുവേദനയാൽ ഭാരപ്പെട്ടു, ദൈവം സൗഖ്യം തന്നില്ല. ഞായറാഴ്ചയായി. ഞായറാഴ്ച സഭാരാധന കൂടി. സഭാരാധനയ്ക്ക് ആദ്യം പാട്ട് പാടി ദൈവത്തെ ആരാധിച്ച് അന്യഭാഷ പറഞ്ഞു ആരാധിച്ച് കടന്നുപോയി. പല്ലുവേദനയ്ക്ക് ലേശവും ശമനമില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വളരെ ഭാരപ്പെട്ടു. ഞാൻ വിചാരിച്ച് എനിക്ക് രോഗശാന്തിക്കുള്ള കൃപയില്ലാത്തത് കൊണ്ടായിരിക്കും രോഗസൗഖ്യമുണ്ടാകാത്തത്. എന്നാൽ ആരാധന അവസാനിച്ചു. ആരാധന അവസാനിക്കുന്ന സമയത്ത് ദൈവദാസൻ ദൈവത്തിന്റെ വചനമൊക്കെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം
അദ്ദേഹം അവസാന ഒരു പാട്ട് പാടി. ഒരു ആരാധന വെളിപ്പെടുവാനിടയായി തീർന്നു. ആരാധനയുടെ നടുവില് എൻ്റെ പല്ലുവേദനയുള്ള ആ പല്ലിന്റെ മുകളിലായിട്ട് തലയുടെ ഭാഗത്ത് നിന്ന് ആസിഡ് താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ എന്തോ ഇറങ്ങി വരുന്നതായി എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ തലയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് പല്ലിനകത്തേക്ക് ആസിഡ് ഇറങ്ങുന്നത് പോലെ എന്തോ ഇറങ്ങി വന്ന് അതിൻ്റെ പല്ലിനകത്ത് വ്യാപിച്ച് പല്ല് ഐസ് വെച്ച് തണുപ്പിച്ചതുപോലെ തണുക്കുവാനിടയാണ്. യേശു എന്നെ സൗഖ്യമാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വർഗത്തിലെ ദൈവം അത്ഭുതവാനായ ദൈവം. ആരാധനയുടെ നടുവിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് എനിക്ക് അത് മുതൽ മനസ്സിലാകുവാനിടയാണ്. ആരാധനയുടെ നടുവിൽ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കും. പരിശുദ്ധാത്മാവിനാൽ നമ്മെ നിറയ്ക്കും. നമ്മുടെ ശരീരത്തിൽ നല്ല ആരോഗ്യം ദൈവം പകരുവാനിടയായിത്തീരും. പ്രാർത്ഥന പോലെ തന്നെ ദൈവസന്നിധിയിൽ ആരാധനയും വളരെ പ്രാധാന്യമുള്ളത്. ദൈവം വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നരുളിയ ദൈവം നമ്മെ സൗഖ്യമാക്കുവാൻ മറിയായവൻ തന്നെ. ഹല്ലേലൂയ. നാം ഈ നാളുകളിൽ സ്വർഗത്തിൽ ദൈവത്തോട് അടുത്ത് ചെല്ലുവാനിടയായി തീരട്ടെ. ദൈവസന്നിധിയിലുള്ള നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും ദൈവവചന വായനയും ധ്യാനവും ഉപവാസവും കുറയ്ക്കാതെ ആത്മാവിലിരിവുള്ളവരായി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ കർത്താവിനെ സേവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.